പറയേണ്ട, എനിക്ക് ചെയ്തത് നിസാൻ മേക്ക് ഓഫീസിൻ്റെ ടീമാണ്. ഞാൻ ഫീനിത്താനെയാണ് വിളിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരി ഭയങ്കര ബിസി ആയിരുന്നു. ഒത്തിരി കോട്ടക്കൽ അവിടെ ഇവിടെ ഏതൊക്കെയോ ഭാഗത്തിൽ അവിടെ തന്നെ 3-4 ബ്രൈഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് വരാൻ പറ്റില്ല. ബട്ട് ഷീ വാസ് റിയലി അപ്സെറ്റ്, ഷീ കുഡൻറ്റ് മേക്ക് ഇറ്റ് അപ്പ്. അതുകൊണ്ട് തന്നെ ഫീനത്തിൻ്റെ ടീമിലുള്ള ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റിനാണ്. ലൈക്ക് 3-4 ആൾക്കാരുടെ അങ്ങനെ 2 ഇവൻറ്റും നിക്കാഹും മെഹന്തിയും ഫീനത്തിൻ്റെ ടീമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെനിക്ക് സ്റ്റിൽ ഓർമ്മയുണ്ട് ചോട്ടു, മേഘ, പിന്നെ അവരൊക്കെ ലൈക്ക് ദേ വർ മേക്കിംഗ് മീ ഫീൽ കംഫർട്ടബിൾ. ഈവൻ ഐ വാസ് ലൈക്ക്, എനിക്കറിയില്ല, എല്ലാവർക്കും ബ്രൈഡ്സിനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ ഒരു ബിഗ് ഡേ വരുന്ന സമയത്ത് വി വിൽ ബി ഹാവിങ് ലോട്ട്സ് ഓഫ് തിങ്സ് ഗോയിങ് ഓൺ യുവർ മൈൻഡ്. ലൈക്ക് അതെന്താവും ഇതെന്താവും അത് ശരിയാകും. പ്രത്യേകിച്ച് എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എവറിത്തിങ് ലൈക്ക് ആ വെന്യൂ ആവട്ടെ, ഡെക്കോറും കാര്യങ്ങളൊക്കെ പറയാ, പുതിയ സ്ഥലം, അപ്പോൾ ലൈക്ക് കാണുന്നില്ലല്ലോ ഞാൻ വിചാരിച്ച പോലെ ആയുണ്ടോ, അല്ലെങ്കിൽ അവിടേക്ക് അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് തോണിയിലേക്ക് വരുന്ന പാസഞ്ചേഴ്സ് പാസഞ്ചേഴ്സ് അല്ല, നമ്മളുടെ ഗസ്റ്റിന് കറക്റ്റായിട്ട് വരാൻ പറ്റുന്നുണ്ടോ, അവർ ഓക്കെ ആണോ അല്ലേ, പിന്നെ എല്ലാം കൊണ്ടും ഒരു ഹറിബറി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ചോട്ടു, എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ചോട്ടു എന്നാണ് പുള്ളിക്കാരുടെ പേര്. നിക്കാഹിൻ്റെ അന്ന് ഞാൻ ഭയങ്കര ടെൻഷൻ ചെയ്യുന്നു, നല്ലോണം കാമാക്കി എല്ലാം സെറ്റാക്കി. ഈവൻ അതിനിടയിൽ രാവിലെ എൻ്റെ ഡ്രസ്സിലെ എൻ്റെ ഷോള്, നിക്കാഹിൻ്റെ ഷോള് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഐ മിസ്ഡ് ഇറ്റ് ഇൻ മൈ ഹോം. ലൈക്ക് ആക്ച്വലി ഞാനത് കൊണ്ടുവന്നില്ല, ഇങ്ങോട്ട് ഇവൻറ്റിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഞാൻ ടെൻഷനായി. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്താൻ കുറച്ച് ലേറ്റായി. എനിക്ക് തോന്നുന്നു അവർക്ക് വേറൊരു വർക്ക് അതിന് മുന്നേ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ട്രാഫിക്കിൽ കുടുങ്ങി, അവിടെയും കുറച്ച് ലേറ്റായി. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ടെൻഷനായി. ബട്ട് ഫീനിത്ത, ടു ബി ഓണസ്റ്റ്, പുള്ളിക്കാരി എന്നെ കാം ചെയ്ത് ലൈക്ക് they will finish their work within the time frame that I had given to them. ലൈക്ക് 10 മണി എന്നുള്ള ആ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ മാറ്റി ഒരുങ്ങിയിട്ടുണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. Honestly, they did they did really great. അപ്പോൾ ഞാൻ വിചാരിച്ച ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലൈക്ക് അത് പോയിട്ട് അവരും 2 ദിവസം അടിപൊളിയായിട്ട് ചെയ്തു. ലൈക്ക് തലേന്നത്തെ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇങ്ങനെ ആവണം, ലൈക്ക് ലൈക്ക് ഫേസ് ഇങ്ങനെ ആവണം, ലൈക്ക് അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഒത്തിരി മേക്കപ്പ് വേണ്ട. ബട്ട് ഇറ്റ് ഷുഡ് ലൈക്ക്, എനിക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മേക്കപ്പ് ഇഷ്ടമായോ ഇല്ലെന്ന്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒത്തിരി ഹെവി ആക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വേറെ തന്നെ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ പറയാം. പക്ഷെ അത് അതേപോലെ അവർ ചെയ്തു. ഹെയർ ആയാലും സെറ്റ് ചെയ്യാനും കാര്യങ്ങളിലൊക്കെ ലൈക്ക് ദ ഹോൾ ടീം വാസ് റിയലി ഗുഡ്. അപ്പോൾ മേക്കപ്പിൻ്റെ കാര്യം അങ്ങനെയാണ്. സോ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൻ്റെ ഫോട്ടോഗ്രാഫി ടീമാണ്. അസ്ലു രാഷ്റ്റിൽ മീഡിയ എന്ന് പറയും, എൻ്റെ ഫ്രണ്ടാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. പുള്ളിക്കാരനും അടിപൊളിയായിട്ടാണ് ചെയ്തത്. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓക്കെ അല്ലേ. ഈവൻ ലൈക്ക് ഐ വുഡ് സേ ഒരു അടിപൊളി ഫോട്ടോഗ്രാഫർ ആകണത് ആക്ച്വലി നമ്മൾ ബ്രൈഡും കൂടെ കംഫർട്ടബിൾ ആണോ, ബ്രൈഡിൻ്റെ ഒരു ഇത് ലൈക്ക് എനിക്കൊന്നും എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കാം വി ഹാഡ് ലൈക്ക് എ റിയലി ഗുഡ് പേസ്. ലൈക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കണം, ഇങ്ങനെ വീഡിയോ എടുക്കണം, ഹി നോസ് വിച്ച് ആംഗിൾ ഈസ് ദ ബെസ്റ്റ് ഫോർ മീ, വിച്ച് പോസ് ഇസ് ഗുഡ് ഫോർ മീ. ആൻഡ് പുള്ളിക്കാരനെ ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെ ഒത്തിരി പോസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഹി വാസ് പ്രീ പ്ലാൻഡ് ആൻഡ് ഹി കെയിം ഔട്ട്. ആൻഡ് പുള്ളിക്കാരൻ്റെ ടീം ആവട്ടെ, ദ വീഡിയോ ദേ ഡിഡ് ഫോർ മീ, ഇറ്റ് വാസ് റിയലി ഗുഡ്. ലൈക്ക് ആ വീഡിയോ കാണുമ്പോൾ സ്റ്റിൽ എനിക്കിപ്പോഴും ഭയങ്കര ഒരു ഉള്ളിൽ നിന്ന് ഒരു ഹാപ്പിനെസ് എന്നൊക്കെ നമുക്ക് പറയുമല്ലോ, അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. എല്ലാം കൊണ്ടും എവറിത്തിങ് വാസ് റിയലി ഗുഡ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പേജും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ യെസ്. പിന്നെ എടുത്ത് പറയേണ്ടത് എൻ്റെ മെഹന്തിയുടെ ഔട്ട്ഫിറ്റാണ്. നമ്മൾ മെഹന്തി ഫംഗ്ഷൻ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ മെഹന്തിയിലേക്ക് തന്നെ എത്തി. അപ്പോൾ മനസ്സിൽ മെഹന്തി എന്ന് പറയുമ്പോൾ കുറച്ചൊരു റാണി പിങ്ക് അല്ലെങ്കിൽ പീച്ച് ആ ഒരു ഷെയ്ഡിലൊരു ഔട്ട്ഫിറ്റാണ് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ നമ്മുടെ നോവൽ കോട്ടക്കൽ അവിടെ പോയി. അപ്പോൾ അഷ്റഫ്ക്കയാണ് എനിക്ക് ഈ ഒരു ഡ്രസ്സ് സജസ്റ്റ് ചെയ്തത്. നല്ല ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഒത്തിരി കളക്ഷൻസ് കാണാൻ പറ്റി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് നമ്മളെല്ലാവരും കൂടെ ചൂസ് ചെയ്തതാണ് ഇത്. അതിലേക്കുള്ള ജ്വല്ലറിയും കാര്യങ്ങളെല്ലാം ഗോൾഡൻ കപ്പിൽ നിന്ന് സെറ്റാക്കി അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവൻറ്റിനെ അതേപോലെ നമ്മളുടെ ബാക്കി എല്ലാവരുടെയും ഞാൻ താങ്ക് ചെയ്തു. അപ്പോൾ സ്പെഷ്യലി ഒരാളെ താങ്ക് ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ ദ വേ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത ദ ബിഗ് എന്താ പറയുക എൻ്റെ സപ്പോർട്ട് സിസ്റ്റം മിസ്റ്റർ നുസൈഫിനെ താങ്ക് ചെയ്തില്ല.
സത്യം പറഞ്ഞ എൻ്റെ എല്ലാ ടെൻഷനും പുള്ളിക്കാരൻ ഓരോ സെക്കൻഡിലും വിളിച്ച് ഇങ്ങനെ ഇടങ്ങേറാക്കി എന്നെ സപ്പോർട്ട് ചെയ്ത നുസൈഫിനും ഒരു താങ്ക്സ് പറയണം തോന്നി. സോ യാ ഐ തിങ്ക് that's all I would say. It was like a roller coaster for like that one whole month, especially the last 2 weeks I would say, because as in person ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് I really had ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ഫർഷിദ്, ജസ്ത, ഫീനിത്ത, everyone, those who helped me like എൻ്റെ നിക്കാഹ് ഇത്രയും അടിപൊളിയാക്കാൻ, they had like really great support. ലൈക്ക് അടിപൊളിയായിട്ട് എന്നെ കാമാക്കാനും എൻ്റെ ഡ്രീംസ് ലൈക്ക് അല്ലെങ്കിൽ ഇൻറ്റു റിയാലിറ്റി കൊണ്ടുവരാൻ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഷെയർ ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ എൻ്റെ ഫാമിലി ആവട്ടെ, അവരും ഇതേപോലെ തന്നെ ചില സമയത്ത് എനിക്ക് ഓടി എത്താൻ കഴിഞ്ഞില്ല പല സ്ഥലത്തേക്കും. അപ്പോൾ അവിടുന്ന് തന്നെ വീഡിയോ കോൾ വിളിച്ച് തോക്കിയാണോ എല്ലാത്തിനും അവരെല്ലാവരും ഭയങ്കര കോപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത വേറൊരു കാര്യം എന്താ വെച്ചാൽ, ചേച്ചിയുടെ സൈഡിലുണ്ട്. അപ്പം നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ലൈക്ക് എത്ര നമ്മൾ എന്ത് വിചാരിച്ചാലും ഈ പഠിച്ചവൻ്റെ ഒരു കാവലുമാണല്ലോ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, കാരണം ആ ഒരു ടൈം ഫ്രെയിമിൽ വിചാരിച്ച പോലെ എല്ലാം ആയത് പഠിച്ചവൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റ് ഇത്രയും സക്സസ്ഫുൾ ആക്കാനും അല്ലെങ്കിൽ എന്നെ നിൽക്കാൻ ഞാൻ വിചാരിച്ച പോലെ അടിപൊളിയാക്കിയ എല്ലാവർക്കും, ലൈക്ക് ഐ ഡോണ്ട് നോ ഇഫ് ഐ മിസ്ഡ് ഔട്ട് സംബഡി, എല്ലാവർക്കും, ഈവൻ ദ ഇവൻറ്റ് ഡെക്കോർ, പിന്നെ ദ വെന്യൂ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ദ ഡിസൈനർ ജസ്ത ആൻഡ് മെഹന്തി ആർട്ടിസ്റ്റ് ആവട്ടെ, എല്ലാവരും they did really great job. And honestly upcoming brides എന്നതുണ്ടെങ്കിൽ for me I felt എൻ്റെ ഇതെല്ലാം ഹോസ്റ്റ് ചെയ്ത എൻ്റെ എല്ലാ ഈച്ച് ആൻഡ് എവ്രി വൺ ദറ്റ് ഹെൽപ്പ് മീ വാസ് റിയലി ഗുഡ്. കാരണം ഒരു ബ്രൈഡ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒത്തിരി ടെൻഷനും കാര്യങ്ങളും ഒക്കെ സമാധാനത്തോടെയാണ് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എന്തായാലും നമ്മുടെ നിക്കാഹിൻ്റെ വീഡിയോ ഒന്നും കൂടെ, പിന്നെ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിൻ്റെ ഇടയിൽ സൈഡിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദിസ് വീഡിയോ ഇസ് ലെങ്തി. സോറി ഫോർ മേക്കിംഗ് ഇറ്റ് ബിക്കോസ് ഐ ഹാവ് ടു കൺവേ എ ലോട്ട് ഓഫ് തിങ്സ് ടു യു ഗൈസ്. അതുകൊണ്ടാണ് ഇത് കുറച്ച് ഇത്ര വലുതായി പോയത്. ഇഫ് ഐ മിസ്ഡ് ഔട്ട് സംതിങ് ഐ എം റിയലി സോറി. ഞാൻ എന്തായാലും എന്തെങ്കിലും മിസ് ചെയ്ത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡു ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ ഫോർ ദോസ് ഹു ആർ ലൈക്ക് അപ്കമിംഗ് ബ്രൈഡ്സോ കാര്യങ്ങളോ, ആൻഡ് ഗിവ് യുവർ സിസ്റ്റേഴ്സ് ഓർ സംബഡി ഈസ് ഗെറ്റിംഗ് മാരീഡ്, ജസ്റ്റ് ഗിവ് ദ റെഫറൻസ് ഓർ സംതിങ്. And totally I was really happy how it came out, like it turned out. Inshallah next ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഉള്ളൊരു വീഡിയോ, whatever did I missed out, you guys ask me in the comment section. I'm just gonna reply for that. So നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. Love you guys and take care. So it's me, Rizli. Hope you guys see you in the next video. So bye bye.